ഹലോ മഗൾസ്, എക്സാമിങ് അടുത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും പഠിച്ച് തകർക്കുകയായിരിക്കും, അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചിരിക്കുകയായിരിക്കും. ഓരോ ചാപ്റ്ററും ടോപ്പിക് വൈസ് ഒക്കെ ഇരുന്ന് പഠിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിട്ടുള്ള എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആർട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അത് പഠിക്കുന്ന സമയത്ത് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടുന്ന, ഒരിക്കലും അത് വിടാൻ പാടില്ല, ഒഴിവാക്കി വിടാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം ഏത്? ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ആ ടോപ്പിക്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഇക്വേഷൻ ഒക്കെ വൃത്തിക്ക് പഠിക്കണം എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്കിൽ ഒരു ഇക്വേഷൻ വരുന്നതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കലും പല ടൈംസിൽ വന്നിട്ടുണ്ട്, പല ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ന്യൂമറിക്കൽ നമുക്ക് എങ്ങനെ ചെയ്ത് സെറ്റാക്കാം, ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. സോ നിങ്ങളുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ എടുക്കാം. ഇതാർക്കെങ്കിലും ഈ ന്യൂമറിക്കലൊക്കെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പം അങ്ങ് പഠിച്ചെടുത്തോ. വെറും 4 മിനിറ്റിൻ്റെ ഉള്ളിൽ, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതങ്ങ് പഠിച്ചെടുക്കാം. റെഡി, സിമ്പിൾ. എന്താ ചോദ്യം? എ മൈക്രോസ്കോപ്പ് വിത്ത് സ്യൂട്ടബിൾ ഫോട്ടോൺസ് ഈസ് എംപ്ലോയ്ഡ് ടു ലൊക്കേറ്റ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഇലക്ട്രോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. എന്ത് വെച്ചിട്ട്? ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട്. ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺ എവിടെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് ഉള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് കിട്ടി. എത്ര? 0.4 ആങ്സ്ട്രം. ഇത് ആങ്സ്ട്രമിൽ 0 ആണ് കേട്ടോ, ഇത് A0 ആങ്സ്ട്രം ആണ്. 0.4 ആങ്സ്ട്രം. സോ 0.4 ആങ്സ്ട്രം ഡിസ്റ്റൻസിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ, ഏകദേശം, ഉറപ്പല്ല, ഏകദേശം അതിൻ്റെ ഉള്ളിൽ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു. അഥവാ ആ 0.4 ആങ്സ്ട്രം ഡിസ്റ്റൻസിലാണ് ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ടുള്ള അൺസർട്ടനിറ്റി ഇൻ ഡിസ്റ്റൻസ്, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ നമ്മൾ പറയാറുണ്ട്. സോ ഡെൽറ്റ എക്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്ന എന്ത്? 0.4 ആങ്സ്ട്രം. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളതും. ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൽ തന്ന ടേംസ് എഴുതിയെടുക്കാൻ അറിയാമോ? ഇതാണ് ആ പോയിന്റ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അപ്പോൾ നമുക്ക് ഡൗട്ടുള്ള ഡിസ്റ്റൻസ് എത്ര കിട്ടി? 0.4 ആങ്സ്ട്രം ആ ഡിസ്റ്റൻസിലാണ് തോന്നുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. സോ ആങ്സ്ട്രം ഉള്ളതിനെ നമ്മൾ മീറ്ററിലേക്കാക്കുന്നു. അപ്പോൾ 0.4 ആങ്സ്ട്രമിനെ മീറ്ററിലേക്കാക്കുമ്പോൾ ഒരു ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ. അപ്പോൾ 0.4 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 0.5 × 10⁻10 മീറ്റർ. റെഡി? അപ്പോൾ അതുവരെ സെറ്റ്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ uncertainty involved in the measurement of its velocity? ചോദ്യം എന്താ? അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എത്ര? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ നമുക്ക് കിട്ടി, ഏകദേശം ഡൗട്ടുള്ള ഒരു പൊസിഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് ഏകദേശം അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. സോ ഡെൽറ്റ എക്സ് തന്നിട്ട് ഡെൽറ്റ വി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് മറ്റേത് ഇക്വേഷനുമല്ല, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു h/4πm. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രേറ്റർ ദാൻ ഒഴിവാക്കി ഈക്വൽ ടു ആക്കി. ഓക്കെ, റെഡി. ദെൻ നമ്മൾ കാണേണ്ടത് ഡെൽറ്റ വി ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് ഡെൽറ്റ എക്സിനെ ഞാൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് ഡിനോമിനേറ്ററിൽ എത്തുന്നു. എല്ലാവർക്കും അറിയാവുന്ന പ്രപഞ്ച സത്യം, ഇപ്പുറത്തുള്ള ആൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിലെത്തും, ഇൻറ്റു ചെയ്യുന്ന ആൾ. സോ ഡെൽറ്റ വി ഈക്വൽ ടു h/4πm ഓൾറെഡി അവിടെ ഉണ്ട്. ഇവിടുന്ന് പോയ ഡെൽറ്റ എക്സ് അങ്ങോട്ട് പോകുമ്പോൾ ഡിനോമിനേറ്ററിലെത്തി, ഇൻറ്റു ഡെൽറ്റ എക്സ്. പക്ഷെ മക്കൾ, ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം, 4 അറിയാം, പൈ അറിയാം, എം എത്രയാ? എം എന്ന് പറയുന്നത് ഇലക്ട്രോണിനെയല്ലേ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് അല്ലേ എം? അപ്പം മാസ് ഓഫ് ഇലക്ട്രോൺ എം എന്താണ്? ഇവിടെ ഇലക്ട്രോണിനെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മാസ് ഓഫ് ഇലക്ട്രോൺ എല്ലാവർക്കും അറിയാം, എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാം. സോ ബാക്കി എല്ലാ പോയിന്റുകളും അറിയാവുന്നത് കൊണ്ട് നമ്മൾ നേരിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുന്നു വാല്യൂസ്. ഡെൽറ്റ വി ഈക്വൽ ടു 6.626 × 10⁻34 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ 9.1 × 10⁻31 ഇൻറ്റു ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 0.4 × 10⁻10 മക്കൾസ്. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ലാസ്റ്റ് ആൻസർ നിങ്ങൾ കാൽക്കുലേറ്ററിലാണല്ലോ ചെയ്യുന്നുണ്ടാവുക. ബോർഡ് എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ന്യൂമറേറ്ററിലുള്ള ആൾക്കും ഡിനോമിനേറ്ററിലുള്ള ആൾക്കും ബ്രാക്കറ്റ് കൊടുത്തോണം.
ഫസ്റ്റ് എഴുതുന്ന ആൾക്ക് ബ്രാക്കറ്റ് കൊടുത്ത് ഡിവൈഡഡ് ബൈ കൊടുത്ത് ഡിനോമിനേറ്ററിലുള്ള ആളെയും ബ്രാക്കറ്റ് കൊടുക്കുക. തെറ്റാണ്ടിരിക്കാൻ ഏറ്റവും നല്ലതാണ്. സോ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ 0.144 × 10⁻⁷ m/s എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ നോക്കണേ. ഏകദേശം ഈ ആൻസർ ആയിരിക്കും കിട്ടുക. സോ മക്കൾസ്, ഇതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കാവുന്ന ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ഇതിലിങ്ങനെ വാല്യൂസ് വ്യത്യാസപ്പെടുത്തി തരുമെന്നേ ഉള്ളൂ. സോ ഇത് സെറ്റ് അല്ലേ, സിമ്പിൾ അല്ലേ? താങ്ക് യു.